സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയമാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂസ്ലി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരന് മേല് അല്ലെങ്കിൽ ഒരു പുരുഷന് മേല് സ്ത്രീകളുടെ ഫെമിനാസിത്തരം അല്ലെങ്കിൽ ഫെമിനിച്ചിത്തരം ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ചില പോരാട്ട നാടകങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതേ സംഭവം തന്നെയാണ് നമ്മൾ വേടന്റെ വിഷയത്തിലും കണ്ടത്. ഇതേ സമാനമായ സംഭവങ്ങൾ തന്നെയാണ് പല വിഷയങ്ങളിലും പുരുഷന്മാർക്കെതിരെ ഒരു വജ്രായുധമായിട്ട് ഇവർ ഉപയോഗിക്കാനായിട്ട് ആരാണ് പാർട്ടിയിലുള്ള ആളുകൾ തന്നെ ഉപയോഗിക്കാനായിട്ട് മുന്നിലേക്ക് നിർത്തുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഈ ഒരു ആരോപണങ്ങളും ഈ പറയുന്ന പ്രത്യാരോപണങ്ങളും ഒക്കെ വരുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തെളിവുകളാണ് ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ പോലീസുകാർ അതുമല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള പല ആളുകളും സ്വന്തം രാഷ്ട്രീയത്തിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കോൺഗ്രസിലുള്ള പല ആളുകളും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിർക്കുന്ന ആളുകളുമൊക്കെ മുന്നോട്ട് വെക്കുന്നത് വലിയ തെളിവുകളാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ വിശ്വസിച്ച് പോകുന്ന തരത്തിലുള്ള തെളിവുകളാണ്. ഞാൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തപ്പോഴും ഈ തെളിവുകൾ അല്ലെ ഈ വീഡിയോ അല്ലെ ഈ ശബ്ദ സന്ദേശങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കും രാഹുൽ മാങ്കൂട്ടം ഇവിടെ കൊണ്ട് തീർന്നു. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് രാഹുൽ ഈശ്വറിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുന്നത്. അത് പലപ്പോഴും അങ്ങനെ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും ഒരു അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അടുത്തൊരു വീഡിയോ വരാൻ പോകുന്നത് രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാനത് കയറി കാണുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അന്ന് മുതൽ ഇന്ന് വരെയും ആ പാവം പിടിച്ച ഒരു മനുഷ്യന് വേണ്ടിയിട്ട് അല്ല ഒരു പുരുഷന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ പേരിലുള്ള രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അയാൾ അന്ന് മുതൽ ഇന്ന് വരെയും സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തന്നെയാണ്. അത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടതുകൊണ്ടോ അയാളുടെ രാഷ്ട്രീയം ഇഷ്ടപ്പെട്ടതുകൊണ്ടോ അയാളുടെ ഒരു പൗരുഷമോ മറ്റൊന്നുമല്ല അതിന് കാരണമായിരിക്കുന്നത്. അയാളെന്ന് പറയുന്ന ഒരു പുരുഷനെതിരെ സ്ത്രീകൾ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടികൾക്കെതിരെ എതിർക്കുന്നതാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയത്തിൽ സമാനമായ സംഭവം തന്നെയാണ് ഉണ്ടായത്. ഈ പറയുന്ന വിജയ് ബാബുവിൻ്റെ വിഷയത്തിലും രാഹുൽ ഈശ്വർ സമാനമായ ഒരു തീരുമാനം തന്നെയാണ് എടുത്തത്. അപ്പോൾ രാഹുൽ ഈശ്വർ ഈ പറയുന്ന ഒരു പാർട്ടിയെ അംഗീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അടിമയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്നും മോശം കണ്ടാൽ മോശമാണെന്നും പറയുന്ന ആണൊരുത്തൻ തന്നെയാണ് രാഹുൽ ഈശ്വർ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വന്തം പാർട്ടിയിലുള്ള ആളുകളും മറ്റു പാർട്ടികളിലുള്ള ആളുകളുമൊക്കെ ഇങ്ങനെ കളിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഇപ്പം നമുക്ക് നല്ല അത്യാവശ്യം കുറേ എം എൽ എമാരുള്ളൊരു കേരളത്തിൽ അതിൽ 41 അതിന് മുകളിൽ അതൊക്കെ എം എൽ എമാരുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഞാൻ ഈ കണക്കുകൾ ജസ്റ്റ് ഒരു ഊഹം വെച്ച് പറഞ്ഞാൽ അതിന് മുകളിൽ എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ അതിന് താഴേക്ക് ഉണ്ടാവും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അങ്ങനെയുള്ളൊരു സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടുന്ന സ്വീകാര്യത മറ്റാർക്കും മറ്റ് എം എൽ എമാർക്ക് ആർക്കും കിട്ടുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രാഹുലിനെ കണ്ട് സ്നേഹിക്കാനും രാഹുലുമായിട്ട് സൗഹൃദം പുതുക്കാനും ഒരുപാട് ആളുകളാണ്. അത് പ്രായഭേദമന്യേ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരുപാട് ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരുവൻ ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്ഥാനം ഇവിടെ നിന്ന് നഷ്ടപ്പെടുമല്ലോ എന്ന് മനസ്സിലായിട്ടുള്ള കോൺഗ്രസിലുള്ളവരും കമ്മ്യൂണിസ്റ്റിലുള്ളവരും ബി ജെ പിയിലുള്ളവരും കാണിക്കുന്ന വൃത്തികെട്ട പരിപാടി, അതിന് അയാളെ ഒരു ചെറുപ്പക്കാരനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വൃത്തികെട്ട പരിപാടി, അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാലിബർ കണ്ടിട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പൗരുഷം കണ്ടിട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഴിവ് കണ്ടിട്ടോ ഒക്കെ തന്നെയാണെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാവുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ കണ്ടെത്തിയ മാർഗങ്ങളിൽ ഈ അവന്തിക എന്ന് പറയുന്നൊരു ട്രാൻസ് വുമൺ ഉണ്ട്. അവന്തിക എന്താണ് രാഹുലിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്? എന്നെ രാഹുലേട്ടൻ കൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അങ്ങ് ബാംഗ്ലൂരിലും ഒക്കെ കൊണ്ടുപോകാനായിട്ടായിരുന്നു ശ്രമമെന്ന്. അതിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ത് തോന്നാനാണ് അതിൻ്റെയൊക്കെ അടുത്ത്? അത് ഒരു പുരുഷൻ്റെ അടുത്ത് ആൺവേഷം കെട്ടി പെൺവേഷം കെട്ടി നടക്കുന്ന ഒരു പുരുഷൻ, അതിൻ്റെ അടുത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നു പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലായി. അപ്പോൾ ആ കളികൾ എല്ലാവർക്കും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഇത് ഇനി ഏക്കത്തില്ലെന്ന് മനസ്സിലായപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്ത്രീകളെ കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നത് ആരെയൊക്കെയാണ്? റിനി ആൻഡ് ജോർജിനെയും പിന്നെ അതേപോലെ തന്നെ പീഡിപ്പിക്കപ്പെട്ട ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയെന്ന്. ഇര എന്ന് പറയപ്പെടുന്ന പേരിനെ പോലും അനർഥമാക്കുന്ന തരത്തിലുള്ള ഒരാളാണ് ഇര എന്ന് പറയപ്പെടുന്ന ആ പെൺകുട്ടി. സ്വയമേ പറഞ്ഞ അടക്കെയാണ്. പിന്നെ യുവനടി എന്ന് പറയപ്പെടുന്ന റിനി ആൻഡ് ജോർജ്. റിനിയുടെയൊക്കെ അന്നനാളത്തിലേക്ക് നല്ല ഒരു തീ കോരിയിട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ കഴിഞ്ഞ് സംസാരിച്ചത്. ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ പ്രൈവസി ആ പെൺകുട്ടിക്ക് എങ്ങനെ പ്രൈവസി ഉണ്ടോ അതേപോലെ തന്നെയാണ് ഇരയാക്കപ്പെട്ട വ്യക്തിക്കും പ്രൈവസി ഉള്ളതെന്ന് തന്നെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. കുഞ്ഞുണ്ടാകാൻ പീഡനം രാഹുൽ ഗിന്നസ് ബുക്കിലേക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഈ രാഹുൽ ഈശ്വർ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. കുഞ്ഞുണ്ടാകാൻ പീഡിപ്പിച്ചു. ലോക പീഡന ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ. കുഞ്ഞുണ്ടാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു. വാവ്, എന്തൊരു പീഡനമാണ് അല്ലേ? ഈ വ്യാജ ജീവിതയോട്, അതായത് അതിജീവിത എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ വേദന അനുഭവിച്ച പെൺകുട്ടികളെയും യഥാർത്ഥ പരാതികളുള്ള പെൺകുട്ടികളെ ആയിരിക്കണം. ഈ പെൺകുട്ടി വ്യാജ അതിജീവിതയാണ്, അതുകൊണ്ട് നമുക്ക് വ്യാജ ജീവിത എന്ന് വിളിക്കാം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ചാറ്റ് അല്ലേ? അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ്, നമുക്ക് കുഞ്ഞു വേണമെന്നല്ലേ?
നമുക്ക് യഥാർത്ഥത്തിൽ കുഞ്ഞ് വേണമെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയാൻ അപാരമായ തൊലിക്കട്ടിയും വഞ്ചനാ മനോഭാവവും കള്ളത്തരവും വേണ്ടേ? അതായത് ഈ പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ പറ്റിച്ചു, കാമുകനെ വഞ്ചിച്ചു, എന്നിട്ട് വ്യാജ പരാതിയും കൊടുത്തു. ഈ എന്തൊരു ഉളിപ്പില്ലായ്മയാണ്. ചിലപ്പോൾ പോലീസുകാർ എഴുതി ചേർക്കുന്നതായിരിക്കും കേട്ടോ, നമുക്കതും പറയാൻ പറ്റില്ല. പോലീസുകാർ കേസിന് സ്ട്രെങ്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കാണുന്നത് പോലെ ചിലപ്പോൾ എഴുതി ചേർക്കുന്നതിന് ചാൻസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ പേരിലാണ് എന്തായാലും വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കുലർ നോട്ടീസ് പുറത്തിറക്കി, പോലീസുകാരെല്ലാം ചെയ്യുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡീറ്റെയിൽസ് ആണ്. നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആറിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നോക്കാം. ആദ്യത്തെ ഒരു ചോദ്യം ഈ വ്യാജ ജീവിതയോട് ചോദിച്ചോട്ടെ. അപ്പോ ഈ നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു കുട്ടി ഉണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലെ കുട്ടിയാണോ ഈ പെൺകുട്ടിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്ത് കുട്ടിയെ ഉണ്ടാക്കി നഗ്നചിത്രങ്ങൾ പരത്തിയ വ്യക്തിയോടെയാണോ ഇത്രയും ഇന്റിമസിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇത്രയും സ്നേഹത്തോടെയും നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് പറയുന്നതും, ഇത്രയും കരുതലും സ്നേഹവും ഇഷ്ടവും എനിക്ക് ഈ പ്രണയം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നതും എല്ലാം ഈ നിർബന്ധിച്ച് റേപ്പ് ചെയ്തവനോടാണോ? പറയുന്ന കള്ളത്തിന് എന്തെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഈ ഉളുപ്പെന്നൊരു കാര്യമുണ്ട്. ഉളുപ്പിന് പോലും ഉളുപ്പില്ലായ്മ തോന്നുന്നൊരു കാര്യം പറയുമ്പോൾ ഇനി രണ്ട് ആ എഫ്ഐആറിലെ വിവരങ്ങളാണ്. ഗൗരവമായ വിവരങ്ങളാണ്, ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ. അതായത് ഏതെങ്കിലും ആരോപണങ്ങൾ വന്നാൽ അതിനെ ശരിവെക്കാൻ മാധ്യമങ്ങൾ കൊടുക്കുന്ന വ്യാജ പേരാണ് വെളിപ്പെടുത്തലുകൾ. തിരുവനന്തപുരം, പാലക്കാട് എന്നിവിടങ്ങളിൽ അടക്കം 3 വെച്ച് ബലാത്സംഗം ചെയ്തു. ഭർത്താവിനെ വഞ്ചിച്ച കാമുകനോട് അത് പറയാതെ, ഭർത്താവ് ഉണ്ടെന്ന് പറയാതെ ബന്ധം സ്ഥാപിച്ച ആ കാമുകനുമായി പ്ലാൻ ചെയ്ത് 1 മാസം ലൈംഗികതയിൽ ഏർപ്പെടുന്ന നിന്നെ റേപ്പ് ചെയ്തു എന്നാണോ പറയണേ? മിനിമം ഉളുപ്പ്, എന്തെങ്കിലും ഒരു മിനിമം ഉളുപ്പ്. 3 സ്ഥലത്ത് വെച്ച് റേപ്പ് ചെയ്തു, അതായത് ബന്ധപ്പെട്ടു എന്നുള്ള. കണ്ടില്ലേ രാഹുൽ ഈശ്വർ പറയുന്നത്? ഒരു വിവാഹം കഴിഞ്ഞ് തൻ്റെ ഭർത്താവ് ജീവനോടിരിക്കെ തന്നെ അയാളെ ഉപേക്ഷിച്ച് വേറൊരുത്തൻ്റെ തുണയും തേടിപ്പോയ ഇവിടെ ഏത് പേര് വിളിക്കണമെന്നാണ്. അതിജീവിത എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിജീവിതയ്ക്ക് കൊടുക്കുന്ന ഒരു ലേശം ഒരു മര്യാദയും അവിടെ ഇല്ലാതെയാവും, അല്ലേ? ഇര എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്, അതിജീവിത എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്. ഈ 2 വാല്യൂ അല്ലെ, ഈ 2 പേരുകളെ അനർഥമാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ അതിൽ നമ്മൾ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുഞ്ഞുണ്ടായി, അല്ലെ ഒരു ഗർഭം വയറ്റിലുണ്ടായി, തനിക്കൊരു ഭർത്താവ് ഇരിക്കെ തന്നെ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പറയുന്ന ഗർഭഛിദ്രം നടത്തണമെന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല, എനിക്ക് കൊന്നുകളയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു ഭർത്താവ് അവിടെ ഇരിക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പോകാൻ തയ്യാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം വലിയൊരു വഞ്ചകിയാണ്, എത്രത്തോളം വലിയൊരു ക്രൂരയാണ് ഈ പെൺകുട്ടി എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇവരെ താങ്ങിക്കൊണ്ട് നടക്കുന്ന കുറേ മാധ്യമങ്ങളും മഞ്ഞപ്പത്രങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ഇരയുടെ പ്രൈവസി എന്ന് പറഞ്ഞുകൊണ്ട്, ഇരയുടെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വിടരുതെന്ന് പറഞ്ഞുകൊണ്ട്, പെൺകുട്ടി ഓൾറെഡി കല്യാണം കഴിഞ്ഞാണെന്നുള്ള കാര്യങ്ങൾ പുറത്തു വിടാതെ അതൊക്കെ വെച്ചുകൊണ്ട് പുരുഷന്മാരുടെ മേൽ എന്ത് തോന്നിവാസങ്ങളും കാണിക്കാമെന്ന് പറയുന്ന തന്തയ്ക്ക് പിറക്കാഴി കാണിക്കുന്ന മാധ്യമ ധർമ്മമാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം കൂട്ടുപിടിച്ച് നിൽക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും BJP എല്ലാത്തിനും നമുക്കിവിടെ കാണാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും വളരെ കഷ്ടമാണ് കേട്ടോ, വളരെ പരിതാപകരമാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. എന്ത് തന്നെ വന്നാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കുള്ള മറുപടിയുമായിട്ട് ഞങ്ങൾ മുന്നിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ ഈ ഒരു രീതിയിൽ പരാമർശം നടത്തുന്നത്. ആണുങ്ങൾക്കെതിരെ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നുള്ള സ്ത്രീകളുടെ ഒരു പരിപാടിക്ക് വേടന്റെ വിഷയത്തോടുകൂടി തന്നെ ഒരു പരിണാമം, അല്ലെങ്കിൽ വേടന്റെ വിഷയത്തോടുകൂടി തന്നെ ഒരു മറുപടി കിട്ടിയതാണ്. എന്നാലും വീണ്ടും അതിങ്ങനെ ശക്തി ആർജിച്ച് വരികയാണ്. ഈ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് മാത്രം കിളിർത്ത് വരുന്ന ചില സസ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തോടു കൂടി ഈ സ്ത്രീകളുടെ ഈ തോന്നിവാസങ്ങൾക്കെല്ലാം ഒരു ശമനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.